നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൃത്യസമയത്ത് ആംബുലൻസ് കിട്ടാത്തതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയ യുവാവ് പ്ലാറ്റ്ഫോമിൽ കിടന്നു മരിച്ചു. മരണപ്പെട്ടത് ചാലക്കുടി മാരാങ്കോട് സ്വദേശി ശ്രീജിത്ത്. സംഭവം നടന്നത് മുളങ്കുന്നത്തുകാവ് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ. നെഞ്ചുവേദനയെ തുടർന്ന് കുഴഞ്ഞു വീണ ശ്രീജിത്തിനെ ആംബുലൻസ് കിട്ടാത്തതിനെ തുടർന്ന് പ്ലാറ്റ്ഫോമിൽ കിടത്തേണ്ടി വന്നത് അരമണിക്കൂർ നേരം. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെ കുടുംബം റെയിൽവേക്ക് പരാതി നൽകും. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുമ്പോഴാണ് കെ കൃഷ്ണൻകുട്ടി മന്ത്രിയാണെന്ന കാര്യം ജനങ്ങൾ ഓർക്കുന്നതെന്ന് KPCC വക്താവ് റിജിൽ മാക്കുറ്റി. മന്ത്രിമാർ ജനദ്രോഹ നടപടികൾ സ്വീകരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ളവർ നിലവിൽ മന്ത്രിമാരാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നതെന്നും പരിഹാസം. പാലക്കാട് DCC ഉപാധ്യക്ഷൻ സുമേഷ് അച്യുതൻ നയിക്കുന്ന സ്വദേശ രക്ഷായാത്ര തുടരുന്നു. മങ്കര പഞ്ചായത്തിലെ കല്ലൂർ തേനൂർ കോങ്ങാട് കനാൽ റോഡിന്റെ തകർച്ചയ്ക്കെതിരെ BJP പ്രവർത്തകർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു. നവീകരണത്തിനായി നീക്കിവെച്ച ഫണ്ട് മറ്റൊരു റോഡ് നിർമ്മാണത്തിലേക്ക് വകമാറ്റി പ്രവൃത്തികൾ പൂർത്തീകരിച്ചതായും ആരോപണം. പാതയുടെ തകർച്ചയ്ക്ക് പരിഹാരം ഉടൻ ഉണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് BJPയുടെ മുന്നറിയിപ്പ്. മുള്ളൂർക്കരയിൽ പണം വെച്ച് ചീട്ടുകളിച്ച സംഘം വടക്കാഞ്ചേരി പോലീസിന്റെ പിടിയിൽ. സംഘത്തിന്റെ പക്കൽ നിന്നും 2,15,000 രൂപയും പിടിച്ചെടുത്തു. പോലീസ് പരിശോധന സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ. വാർത്തകൾ വിശദമായി. കൃത്യസമയത്ത് ആംബുലൻസ് കിട്ടാത്തതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയ യുവാവ് പ്ലാറ്റ്ഫോമിൽ കിടന്ന് മരിച്ചു. നെഞ്ചുവേദനയെ തുടർന്ന് കുഴഞ്ഞു വീണ യുവാവിന് ആംബുലൻസ് കിട്ടാത്തതിനെ തുടർന്ന് അരമണിക്കൂറാണ് മുളങ്കുന്നത്തുകാവ് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കിടത്തേണ്ടി വന്നത്. ചാലക്കുടി മാരാങ്കോട് സ്വദേശി ശ്രീജിത്താണ് മരിച്ചത്. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെ റെയിൽവേക്ക് പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് കുടുംബം. തിങ്കളാഴ്ച പുലർച്ചെ എറണാകുളം ഓഖ എക്സ്പ്രസിൽ ഷൊർണൂർ പിന്നിട്ടതോടെയാണ് ശ്രീജിത്തിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടത്. ഹെൽപ്പ് ലൈൻ നമ്പറായ 112ലും TTEയെയും വിവരമറിയിച്ചു. തൊട്ടടുത്ത സ്റ്റേഷനായ വടക്കാഞ്ചേരിയിൽ ട്രെയിൻ നിർത്തണമെന്നാവശ്യപ്പെട്ടെങ്കിലും സ്റ്റോപ്പില്ലെന്ന് മറുപടി. ഇതിനിടെ ആരോഗ്യസ്ഥിതി മോശമായി. സഹ TTEമാരെ വിളിച്ചു വരുത്തി. മൂവരും കൂടിയാലോചിച്ച് ട്രെയിൻ മുളങ്കുന്നത്തുകാവ് സ്റ്റേഷനിൽ നിർത്താൻ തീരുമാനിച്ചു. ലോക്കോ പൈലറ്റിനെയും സ്റ്റേഷൻ മാസ്റ്ററെയും വിവരമറിയിച്ചു. ആംബുലൻസ് ഉൾപ്പെടെ സജ്ജീകരിക്കണമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ ആംബുലൻസ് പോയിട്ട് സ്ട്രക്ചർ പോലും സ്റ്റേഷനിലുണ്ടായില്ല. ശ്രീജിത്തിനെ കയ്യിൽ വാരിയെടുത്ത് പകുതി ദൂരം എത്തിച്ചപ്പോഴാണ് ഒരു വീൽചെയർ തന്നെ ലഭിച്ചത്. പിന്നീട് അരമണിക്കൂറോളം നേരം ആംബുലൻസിന് വേണ്ടി കാത്തിരുന്നു. ഇതിനിടയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിയും ട്രെയിനിൽ ഉണ്ടായിരുന്ന വനിതാ ഡോക്ടറും CPR അടക്കം ശ്രീജിത്തിനെ നൽകി. പക്ഷേ ആംബുലൻസ് എത്തുമ്പോഴേക്കും തീർത്തും മോശം നിലയിലേക്കെത്തി. 10 മിനിറ്റ് ദൂരം മാത്രമുള്ള മെഡിക്കൽ കോളേജിലേക്ക് അരമണിക്കൂറിനിപ്പുറം ശ്രീജിത്തിനെ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചു. തീർത്തും ഉദ്യോഗസ്ഥ അനാസ്ഥയിൽ പൊലിഞ്ഞത് ഒരു ജീവനാണ്. സംഭവത്തിൽ റെയിൽവേക്കടക്കം പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് കുടുംബം. അപ്പോൾ മുളങ്കാവ് മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ഒരു അരമണിക്കൂർ മുന്നേ എത്തുന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടേനെ. തൃശ്ശൂർ വരെ വടക്കാഞ്ചേരി കഴിഞ്ഞിട്ട് മുളകുന്നത്തുകാവ് ഹോസ്പിറ്റലിൽ എടുത്തിട്ടുണ്ട്. അവിടെ ഇറക്കണമെന്ന് ആവശ്യപ്പെട്ടു എല്ലാവരും കൂടി. അപ്പോൾ TTRും അങ്ങനെ എന്ത് ചെയ്ത് അവരടുത്ത് വഴക്കൊക്കെ ആക്കി ഇതൊക്കെ ആക്കി അവിടെ ഇറങ്ങി. ഈ റെയിൽവേയിലധികം നന്നായിട്ട് വലച്ചുണ്ട്. അത് ശരി. അവർ നേരത്തിന് ആംബുലൻസ് ഒക്കെ അറേഞ്ച് ചെയ്ത് നിർത്തിയിട്ട് അവിടെ ഇറക്കുകയും വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പക്ഷേ രക്ഷപ്പെട്ടാണ്. അവരൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അവർ ഇൻഫോം ചെയ്തെന്നാണ് പറയണത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ നേരത്തെ ആംബുലൻസ് വന്നാനാ ഇറക്കി വന്നില്ല. അരമണിക്കൂറോളം മുളകുന്നത്തുകാവ് അവിടെ അവർ ആംബുലൻസിനായിട്ട് വെയിറ്റ് ചെയ്തു. എന്നിട്ട് ആ കുട്ടി ട്രെയിനിൽ ചാടി ചാവും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവർ ആംബുലൻസ് കൊണ്ടെത്തിച്ചത്. ആ ട്രെയിനിൽ അതുപോലെ ഒരു ഡോക്ടറോ അതല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിനോ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സോ ഒരു ടവലോ ഒരു വസ്തു പോലും അവന് കിട്ടിയില്ല. റെയിൽവേയുടെ വിഷയം തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുമ്പോഴാണ് കെ കൃഷ്ണൻകുട്ടി മന്ത്രിയാണെന്ന കാര്യം ജനങ്ങൾ ഓർക്കുന്നതെന്ന് KPCC വക്താവ് റിജിൽ മാക്കുറ്റി പറഞ്ഞു. മന്ത്രിമാർ ജനദ്രോഹ നടപടികൾ സ്വീകരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ളവർ നിലവിൽ മന്ത്രിമാരാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് DCC ഉപാധ്യക്ഷൻ സുമേഷ് അച്യുതൻ നയിക്കുന്ന സ്വദേശ രക്ഷായാത്രയുടെ 6ാം ദിന പര്യടന സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു റിജിൽ മാക്കുറ്റി. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുമ്പോഴാണ് കെ കൃഷ്ണൻകുട്ടി മന്ത്രിയാണെന്ന കാര്യം ജനങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് KPCC വക്താവ് റിജിൽ മാക്കുറ്റി വിമർശിച്ചു.
മന്ത്രിമാർ ജനദ്രോഹ നടപടികൾ സ്വീകരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ളവർ നിലവിൽ മന്ത്രിമാരാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നെന്നും അദ്ദേഹം പറഞ്ഞു. വരുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഈ വഞ്ചനാക്കൂട്ടത്തെ തിരിച്ചറിഞ്ഞ് ഐക്യജനാധിപത്യ മുന്നണിയെ അധികാരത്തിലേക്ക് ഉയർത്തുമെന്ന് റിജിൽ മാക്കുറ്റി പറഞ്ഞു. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കൽ സംസ്ഥാനത്തെ സാധാരണ ജനതയെ കടുത്ത ബാധ്യതയിലാണ് എത്തിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത തെരഞ്ഞെടുപ്പിനകത്ത് 100 സീറ്റോടുകൂടി ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിലേക്ക് അധികാരത്തിലേക്ക് വരുമ്പോ ആ പോരാട്ടത്തിനകത്ത് ചിറ്റൂരിൽ നിന്ന് MLA ആയി ഐക്യജനാധിപത്യ മുന്നണി MLA ഈ നാട്ടിനകത്ത് ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ സാഹചര്യം ഈ കേരളത്തിലെമ്പാടും ഉണ്ടാകാൻ പോവുക നിങ്ങളുടെ തകർച്ചയാണ്. ഭരിച്ചു മുടിച്ച് നിങ്ങളെല്ലാം തകർന്നിരിക്കുന്നു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നമ്മുടെ മുമ്പിലുണ്ട്. 100 സീറ്റിനകത്ത് അധികാരത്തിലേറിയവർ നിങ്ങൾ പറഞ്ഞു ഞങ്ങള് ജാഥ നടത്തിയല്ലേ, പിണറായി വിജയന്റെ ജാഥ ഉണ്ടായിരുന്നല്ലോ. എന്താ ജാഥ? നവകേരള യാഥ അല്ലേ? നവകേരള യാഥ എന്ന് പറഞ്ഞ് കാസർഗോഡ് തിരുവനന്തപുരം വരെ ഒരു ആഡംബര ബസ്സിൽ പിണറായി വിജയനും കൂട്ടാളികളും കുറെ കുഷ്മാണ്ടന്മാരായ എട്ടിനും കൊട്ടും തിരിയാതെ കുറെ മന്ത്രിമാരുണ്ട്. ആർക്കെങ്കിലും അറിയടോ ഈ നാട്ടിലെ മന്ത്രിമാരെ കുറിച്ച്? DCC ഉപാധ്യക്ഷൻ സുമേഷ് അച്യുതൻ നയിക്കുന്ന സ്വദേശരക്ഷാ യാത്രയുടെ 6ാം ദിവസ പര്യടനത്തിൻ്റെ സമാപന സമ്മേളനം വണ്ടിത്താവളത്ത് വെച്ച് നടന്നു. സെയ്ദ് ഇബ്രാഹിം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് S. പ്രദീപ് അധ്യക്ഷത വഹിച്ചു. പട്ടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് PS. ശിവദാസ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് സെക്രട്ടറി ഹരിദാസ്, R. സദാനന്ദൻ, P. രതീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മങ്കര പഞ്ചായത്തിലെ കല്ലൂർ തേനൂർ കോങ്ങാട് കനാൽ റോഡിന്റെ തകർച്ചയിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. നവീകരണത്തിനായി നീക്കിവെച്ച ഫണ്ട് മറ്റൊരു റോഡ് നിർമ്മാണത്തിലേക്ക് വകമാറ്റി പ്രവൃത്തികൾ പൂർത്തീകരിച്ചതായും BJP പ്രവർത്തകർ കുറ്റപ്പെടുത്തി. പാതയുടെ തകർച്ചയ്ക്ക് പരിഹാരമുണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും BJP മുന്നറിയിപ്പ് നൽകി. മങ്കര പഞ്ചായത്തിലെ 1-2 വാർഡുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കല്ലൂർ തേനൂർ കോങ്ങാട് കനൽ റോഡിന്റെ തകർച്ചയിൽ പ്രതിഷേധിച്ചാണ് പ്രദേശത്തെ BJP പ്രവർത്തകർ റോഡ് ഉപരോധിച്ചത്. 1 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന കനാൽ റോഡ് 3 വർഷമായി തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. കാൽനട യാത്ര പോലും ദുരിതത്തിലാണ്. നിരവധി സ്കൂൾ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡ് കൂടിയാണിത്. വർഷങ്ങളായി തകർന്നിട്ടും അധികാരികൾ നടപടിയെടുക്കുന്നില്ല. ജനങ്ങളും വാഹനയാത്രക്കാരും ഏറെ പ്രയാസത്തിലാണ്. നവീകരണത്തിനായി വെച്ച ഫണ്ട് മറ്റൊരു റോഡിലേക്ക് നൽകി ആ റോഡ് പണി പൂർത്തീകരിച്ചതായും BJPക്കാർ ആരോപിച്ചു. പ്രതിഷേധ പരിപാടി OBC മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സുഭാഷ് മങ്കര ഉദ്ഘാടനം ചെയ്തു. കല്ലൂരിനെയും തേനൂരിനെയും അതുപോലെ തന്നെ കോങ്ങാട് ഭാഗത്തേക്ക് പോകുന്ന ഈ മുച്ചേരി റോഡിലേക്ക് പോകുന്ന ഈ കനാൽ റോഡ് വളരെ ദുഷ്കരമായിട്ടുള്ള യാത്ര ചെയ്യാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. ഈ റോഡ് ഒരു പ്രധാനപ്പെട്ട ഈ 2 സ്ഥലങ്ങളെയും ബന്ധിപ്പിക്കുന്ന റോഡായതുകൊണ്ട് ഈ റോഡിലൂടെ ഒരു ദിവസം മിനിമം 17-18 സ്കൂൾ വാഹനങ്ങൾ തന്നെ കടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഒട്ടനവധി ആളുകൾക്ക് ഈ നേരത്തെ സൂചിപ്പിച്ച പ്രദേശങ്ങളിലേക്ക് പോകാൻ ഈ റോഡ് മാത്രമാണ് ആശ്രയം. ഈ റോഡിൻ്റെ സാഹചര്യം മങ്കര പഞ്ചായത്തിൽ നിരവധി തവണ ഉന്നയിച്ചെങ്കിലും നമുക്ക് അറിയാൻ കഴിഞ്ഞത് മങ്കര പഞ്ചായത്തിലെ ഈ വാർഡിൻ്റെ മെമ്പർ കൂടിയായ ഇപ്പോൾ പഞ്ചായത്ത് ഭരണം ഭരിക്കുന്ന ആ പാർട്ടിയുടെ ആളുകൾ ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് ഈ റോഡ് ശരിയാക്കുവാൻ കിട്ടിയിട്ടുള്ള ആ ഫണ്ട് അടുത്ത റോഡിലേക്ക് വകമാറ്റി കോൺട്രാക്ട് ചെയ്തു എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ അറിവ്. തീർച്ചയായിട്ടും ഇത് ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി മങ്കര പഞ്ചായത്തിലെ ഭാരതീയ ജനതാ പാർട്ടി തീർച്ചയായിട്ടും ഇതിന് ശക്തമായ പ്രതികരണം ഉണ്ടാവും. കാരണം ഈ റോഡിൻ്റെ അവസ്ഥ വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. മാത്രമല്ല പ്രായമായ ആൾക്കാർക്കും രോഗികളായിട്ടുള്ള ആളുകൾക്കും ഈ റോഡിലൂടെ നിരവധി ഹോസ്പിറ്റലിലേക്ക് പോകണമെങ്കിൽ അത്രയും ദുഷ്കരമായ വാഹനങ്ങൾ മറിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു സാഹചര്യമാണ് ഈ റോഡിലുള്ളത്. അതുകൊണ്ട് ഈ റോഡ് എത്രയും പെട്ടെന്ന് ശരിയാക്കി ഗതാഗത യോഗ്യമാക്കി ഈ ജനങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള നല്ല സൗകര്യം ഉണ്ടാക്കുന്നതുവരെ ഭാരതീയ ജനതാ പാർട്ടി വളരെ ശക്തമായിട്ടുള്ള പ്രതികരണമായിട്ട് മുന്നോട്ട് പോകുമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് BJP ജില്ലാ കമ്മിറ്റി അംഗം മണികണ്ഠൻ മാങ്കുറിശി അധ്യക്ഷനായി. ഹിന്ദു ഐക്യവേദി പ്രസിഡന്റ് ശബരി കല്ലൂർ, PA രാമൻ, PK കൃഷ്ണദാസ്, NC കണ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു. പ്രശ്നത്തിന് ഉടൻ നടപടി ഉണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും പ്രതിഷേധക്കാർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. മുള്ളൂർക്കര റിക്രിയേഷൻ ക്ലബ്ബിൽ പണം വെച്ച് ചീട്ടുകളിച്ച 11 അംഗ സംഘത്തെ വടക്കാഞ്ചേരി പോലീസ് പിടികൂടി. ഇവരിൽ നിന്നും 2,15,000 രൂപയും പിടിച്ചെടുത്തു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ചീട്ടുകളി സംഘത്തെ പിടികൂടിയത്. മുള്ളൂർക്കര റിക്രിയേഷൻ ക്ലബ്ബിൽ പണം വെച്ച് ചീട്ടുകളിച്ച 11 അംഗ സംഘത്തെയാണ് വടക്കാഞ്ചേരി പോലീസ് പരിശോധനയിൽ പിടികൂടിയത്.
സംഘത്തിൽ നിന്നും 2,15,000 രൂപയും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. വടക്കാഞ്ചേരി പോലീസും കമ്മീഷണറുടെ സാഗോക് ടീമും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ചീട്ടുകളി സംഘത്തെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഗാസയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് പത്തിരിപ്പാലയിൽ വെൽഫെയർ പാർട്ടി ഐക്യദാർഢ്യ റാലി നടത്തി. തുടർന്ന് നടന്ന യോഗം മണ്ഡലം സെക്രട്ടറി ജാഫർ പത്തിരിപ്പാല ഉദ്ഘാടനം ചെയ്തു. പത്തിരിപ്പാലയിലെ വിവിധ ഭാഗങ്ങൾ ചുറ്റിയ റാലി ടൗണിൽ സമാപിച്ചു. കുട്ടികളും വനിതകളുമടക്കം 100-ലധികം പേർ റാലിയിൽ പങ്കെടുത്തു. തുറന്നു നടന്ന യോഗം മണ്ഡലം സെക്രട്ടറി ഉമ്മർ ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു. ഫലസ്തീനികൾക്ക് വിട്ടു നൽകണമെന്ന് ശക്തമായി അതിനുവേണ്ടി പോരാടുവാൻ അണിഞ്ഞ് ഒന്നിച്ചു നിൽക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ ഭൂരിപക്ഷവും ഗസയ്ക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ ഭരണാധികാരികളും അതുപോലെ ഫാസിസ്റ്റുകളും അതിനെ വളരെയധികം സഹിഷ്ണുതയോടുകൂടിയാണ് കാണുന്നത്. തീർച്ചയായും ഒരു നാൾ വരും ഫലസ്തീൻ്റെ ഭൂമി തിരിച്ചു കിട്ടുമെന്നാണ് വെൽഫെയർ പാർട്ടിക്ക് പ്രഖ്യാപിക്കുവാനുള്ളത്. ജാഫർ പത്തിരിപ്പാല അധ്യക്ഷത വഹിച്ചു. അനസ് സക്കീർ, എച്ച് നാസർ, ടി കെ ഇക്ബാൽ, ഉസ്മാൻ, സമീർ, പി എ സാദിഖ്, ഫഹീം, വുമൺ ജസ്റ്റിസ് മൂവ്മെൻ്റ് നേതാക്കളായ സക്കീന ഫാറൂഖ്, സെലീന, സഫിയ ഇക്ബാൽ, സമീന സക്കീർ, റഹീമ റസാഖ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേളശ്ശേരി പഞ്ചായത്തിലെ ഭിന്നശേഷി കലാമേള പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി സേതുമാധവൻ മേള ഉദ്ഘാടനം ചെയ്തു. കേളശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷി കലാമേള പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് ചെയ്യുന്നത്. സാമൂഹ്യക്ഷേമ മേഖല എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, 63 ലക്ഷം ആളുകൾക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സമയബന്ധിതമായി കൊടുക്കുക. അതേപോലെ തന്നെയാണ് ഭിന്നശേഷിക്കാരുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചു. നമ്മുടെ പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ട്, ഞാനത് അങ്ങനെ പറയാൻ കാരണം പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ടെന്ന് പറഞ്ഞാൽ വളരെ നല്ല ICDSന്റെ സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ ഒക്കെ നല്ല പിൻബലത്തോടുകൂടി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഷീബ സുനിൽ അധ്യക്ഷയായിരുന്നു. ICDS സൂപ്പർവൈസർ പ്രജി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ, സ്ഥിരം സമിതി അംഗങ്ങളായ OK രാമേന്ദ്രൻ, ബി ഷാജിദ, M രമാമുരളി, ബ്ലോക്ക് മെമ്പർമാരായ A രജനി, ബി നന്ദിനി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മാജിക് ഷോയും കുട്ടികളുടെ കലാപരിപാടികളും അംഗൻവാടി ജീവനക്കാരുടെ തിരുവാതിര കളിയും ഉണ്ടായിരുന്നു. കുട്ടികൾക്കുള്ള സ്നേഹസമ്മാനം പഞ്ചായത്ത് പ്രസിഡന്റ് വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചുമട്ടുതൊഴിലാളി യൂണിയൻ കേരളശ്ശേരി യൂണിറ്റ് കുടുംബസംഗമം നടന്നു. CPM മുണ്ടൂർ ഏരിയ സെക്രട്ടറി CR സജീവ് ഉദ്ഘാടനം ചെയ്തു. കേരളശ്ശേരിയിൽ ചുമട്ടുതൊഴിലാളി യൂണിയൻ കേരളശ്ശേരി യൂണിറ്റ് കുടുംബസംഗമം സംഘടിപ്പിച്ചു. CPM മുണ്ടൂർ ഏരിയ സെക്രട്ടറി CR സജീവ് ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്തമാണ് കേരളം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നീതി ആയോഗിന്റെ കണക്കനുസരിച്ച് എല്ലാ മേഖലയിലും 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ആരോഗ്യരംഗത്ത് 1ാമത്തെ സംസ്ഥാനമായി കേരളം മാറുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ നമ്പർ 1. ദീർഘത്തിന്റെ കാര്യത്തിൽ 1ാമത്തെ സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. ശിശുമരണ നിരക്ക് നിയന്ത്രിക്കുന്ന കാര്യത്തിൽ 1ാമത്തെ സംസ്ഥാനമായി കേരളം മാറുന്നു. ലോക്കൽ സെക്രട്ടറി PC ജയരാജ് അധ്യക്ഷനായി. P രാജേഷ് കുമാർ, PK രാമകൃഷ്ണൻ, P പ്രശോഭ് എന്നിവർ സംസാരിച്ചു. തൊഴിലാളികളും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.
സമഗ്ര ശിക്ഷ കേരളയുടെ ആഭിമുഖ്യത്തിൽ ഒറ്റപ്പാലം BRCക്ക് കീഴിലെ ശാരീരിക പരിമിതിയുള്ള കുട്ടികൾക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C. ബാബു മാസ്റ്റർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. 2024-2025 അധ്യയന വർഷത്തിൽ ഒറ്റപ്പാലം BRC പരിധിയിൽ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ശാരീരിക പരിമിതിയുള്ള കുട്ടികൾക്ക് വേണ്ടി നടത്തപ്പെട്ട വൈദ്യപരിശോധനാ ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള ഉപകരണ വിതരണമാണ് ചൊവ്വാഴ്ച രാവിലെ ഒറ്റപ്പാലം ബുക്ക് ഡിപ്പോ ഹാളിൽ സംഘടിപ്പിച്ചത്. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C. ബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഭരണാധികാരികളുടെയും അതുപോലെ പുരോഗമന സമൂഹത്തിൻ്റെയും ഉത്തരവാദിത്വം. ആ ഒരു അർത്ഥത്തിൽ SSK ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് നിങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ഉപകരണങ്ങളുടെ ആദ്യഘട്ടമാണ് ഈ വർഷത്തിൽ ബാക്കിയുണ്ടാവും. എനിക്കൊന്ന് ആദ്യമായിട്ട് ഇതിനെ കുറച്ച് നേരത്തെ നോക്കാം. സാധാരണ ചെയ്യാറുണ്ട്. കുറച്ച് ഡിസ്പ്ലേ കുറച്ച് നേരത്തെ എനിക്ക് കുറച്ച് കിട്ടാൻ ബാക്കിയുണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം കുട്ടികളെ ചേർത്ത് പിടിക്കാനുള്ള സമൂഹത്തിൽ ഉത്തരവാദിത്തമാണ്. ഒറ്റപ്പാലം ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ PM വെങ്കടേശ്വരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. 23 കുട്ടികൾക്ക് വീൽചെയർ ഉൾപ്പെടെ 12 ഇനങ്ങളടങ്ങിയ ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത്. BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ KS ഗോപിനാഥ് സ്വാഗതവും KV റീന നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൃത്യസമയത്ത് ആംബുലൻസ് കിട്ടാത്തതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയ യുവാവ് പ്ലാറ്റ്ഫോമിൽ കിടന്നു മരിച്ചു. മരണപ്പെട്ടത് ചാലക്കുടി മാരാങ്കോട് സ്വദേശി ശ്രീജിത്ത്. സംഭവം നടന്നത് മുളങ്കുന്നത്തുകാവ് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ. നെഞ്ചുവേദനയെ തുടർന്ന് കുഴഞ്ഞു വീണ ശ്രീജിത്തിനെ ആംബുലൻസ് കിട്ടാത്തതിനെ തുടർന്ന് പ്ലാറ്റ്ഫോമിൽ കിടത്തേണ്ടി വന്നത് അരമണിക്കൂർ നേരം. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെ കുടുംബം റെയിൽവേക്ക് പരാതി നൽകും. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുമ്പോഴാണ് K. കൃഷ്ണൻകുട്ടി മന്ത്രിയാണെന്ന കാര്യം ജനങ്ങൾ ഓർക്കുന്നതെന്ന് KPCC വക്താവ് റിജിൽ മാക്കുറ്റി. മന്ത്രിമാർ ജനദ്രോഹ നടപടികൾ സ്വീകരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ളവർ നിലവിൽ മന്ത്രിമാരാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നതെന്നും പരിഹാസം. പാലക്കാട്ട് DCC ഉപാധ്യക്ഷൻ സുമേഷ് അച്യുതൻ നയിക്കുന്ന സ്വദേശ രക്ഷായാത്ര തുടരുന്നു. മങ്കര പഞ്ചായത്തിലെ കല്ലൂർ തേനൂർ കോങ്ങാട് കനാൽ റോഡിന്റെ തകർച്ചയ്ക്കെതിരെ BJP പ്രവർത്തകർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു. നവീകരണത്തിനായി നീക്കിവെച്ച ഫണ്ട് മറ്റൊരു റോഡ് നിർമ്മാണത്തിലേക്ക് വകമാറ്റി പ്രവൃത്തികൾ പൂർത്തീകരിച്ചതായും ആരോപണം. പാതയുടെ തകർച്ചയ്ക്ക് പരിഹാരം ഉടൻ ഉണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് BJPയുടെ മുന്നറിയിപ്പ്. മുള്ളൂർക്കരയിൽ പണം വെച്ച് ചീട്ടുകളിച്ച സംഘം വടക്കാഞ്ചേരി പോലീസിന്റെ പിടിയിൽ. സംഘത്തിന്റെ പക്കൽ നിന്നും 2,15,000 രൂപയും പിടിച്ചെടുത്തു. പോലീസ് പരിശോധന സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.